ഞാൻ എൻ്റെ മുറിയിലെത്തി. സഹോദരിമാരെല്ലാവരും ഉറങ്ങാൻ കിടന്നിരുന്നു. വിളക്കുകളെല്ലാം അണച്ചിരുന്നു. വലിയ അസ്വസ്ഥതയോടും അസംതൃപ്തിയോടും കൂടി ഞാൻ എൻ്റെ മുറിയിൽ പ്രവേശിച്ചു. എന്തു ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല. നിലത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ദൈവതിരുമനസ് വെളിപ്പെട്ട് കിട്ടുവാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സക്രാരിയിൽ എന്ന പോലെ എല്ലാ സ്ഥലത്തും നിശബ്ദതയായിരുന്നു. ഈശോയുടെ കാസയിൽ അടച്ചു വെച്ചിരിക്കുന്ന വെള്ള ഓസ്തികൾ പോലെ എല്ലാ സഹോദരിമാരും വിശ്രമിക്കുകയാണ്. എൻ്റെ മുറിയിൽ നിന്നും മാത്രം ദൈവത്തിന് ഒരാത്മാവിൻ്റെ രോദനം കേൾക്കാം. 9 മണിക്ക് ശേഷം അനുവാദം കൂടാതെ ആരും മുറിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന നിയമം ഞാൻ അറിഞ്ഞിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുറി പ്രകാശത്താൽ നിറഞ്ഞു. ഈശോയുടെ ഏറ്റവും ദുഃഖപൂരിതമായ മുഖം ജനാലവിരിയിൽ ഞാൻ കണ്ടു. അവിടുത്തെ മുഖത്ത് തുറന്ന മുറിവുകളുണ്ടായിരുന്നു. വലിയ കണ്ണീർ കണങ്ങൾ എൻ്റെ കിടക്കവിരിയിൽ വീണുകൊണ്ടിരുന്നു. ഇതിൻ്റെയെല്ലാം അർത്ഥമെന്തെന്ന് മനസ്സിലാകാതിരുന്നതുകൊണ്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ആരാണ് അങ്ങേ ഇത്രമാത്രം വേദനിപ്പിച്ചത്? ഈശോ എന്നോട് പറഞ്ഞു, ഈ മഠം ഉപേക്ഷിക്കുന്നത് മൂലം നീ ഏൽപ്പിക്കുന്ന വേദനയാണിത്. മറ്റൊരിടത്തേക്കുമല്ല, ഈ സ്ഥലത്തേക്കാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കായി ധാരാളം കൃപകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ ഈശോയോട് ക്ഷമ ചോദിച്ചു. ഉടനെ തന്നെ എൻ്റെ തീരുമാനവും മാറ്റി. പിറ്റേന്ന് കുമ്പസാര ദിവസമായിരുന്നു. എൻ്റെ ആത്മാവിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ കുമ്പസാരക്കാരനെ അറിയിച്ചു. ഈ സഭാ സമൂഹത്തിൽ തന്നെ നിൽക്കുവാനാണ് ദൈവതിരുമനസ്സെന്നും മറ്റൊരു സന്യാസ സഭയെപ്പറ്റി ഞാൻ ചിന്തിക്കുക പോലും ചെയ്യേണ്ടതില്ലെന്നും ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് കുമ്പസാരക്കാരൻ എന്നെ ബോധ്യപ്പെടുത്തി. ആ നിമിഷം മുതൽ ഞാൻ സന്തോഷവതിയും സംതൃപ്തയുമായി.